സേവ് മണ്ണാർക്കാട് തിരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം നടന്നു. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് ബാബു ചെയർമാനായി തുടരും. സേവ് മണ്ണാർക്കാട് ചാരിറ്റബിൾ ട്രസ്റ്റ് മൂന്നാമത് തിരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗവും 2025-28 കാലയളവിലേക്കുള്ള പ്രവർത്തക സമിതി തിരഞ്ഞെടുപ്പും നടന്നു. കോടതിപ്പടി ഡോറ കോർട്ട് യാർഡിൽ MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ ക്രൗഡ് ഫണ്ടിങ് സംബന്ധിച്ചൊരു തർക്കം ഇങ്ങനെ നടക്കലുണ്ട്. ഇവരുണ്ടാക്കിയ ഫണ്ട് അങ്ങനെ ഉപയോഗിച്ചു, മറ്റേ ഫണ്ടിൽ വെട്ടിപ്പ് നടന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആർക്ക് കഴിയും 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ ചികിത്സക്ക് പറഞ്ഞിട്ട് ജീവിതത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായി നിർനിമേഷനായി സ്തബ്ധരായി നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ക്രൗഡ് ഫണ്ടിങ് അവരുടെ കഴിവാണല്ലോ, അതാണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ നാട്ടുകാരെല്ലാം നന്മ നിറഞ്ഞ മലയാളി മൊത്തം അതിന്റെ കൂടെ ചേരുകയാണ്. 2 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് 50 ലക്ഷമായി 60 ലക്ഷമായി, അല്ലെങ്കിൽ 1 കോടിയായി. കരള് മാറ്റിവെക്കാം, ഹൃദയം മാറ്റിവെക്കാം, മറ്റ് ശസ്ത്രക്രിയകളാകാം. ഒരാളെ, ഒരു കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന എമൗണ്ടിന്റെ അപ്പുറത്താണ്. അപ്പൊ ആ ഒരു നന്മ മലയാളിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇത് ലോകത്ത് ഇങ്ങനെ ഒരു സംവിധാനം വേറെ നടക്കണമുണ്ടാവില്ല, അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി നഷീദ് പിലാക്കൽ അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ ഖജാൻജി P. കൃഷ്ണകുമാർ അവതരിപ്പിച്ചു. സേവ് ചെയർമാൻ ഫിറോസ് ബാബു അധ്യക്ഷനായി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രവർത്തനം കൊണ്ട് മികവ് നേടിയ വ്യക്തികളെ MLA ആദരിച്ചു. സിനിമാ നടനും ഇല ഫൗണ്ടേഷൻ ചെയർമാനുമായ നജീബ് കുറ്റിപ്പുറം മുഖ്യാതിഥിയായിരുന്നു. എല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സമാധാനത്തിൽ. സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഒരു മാധുര്യം അനുഭവിക്കാത്ത വിധത്തിൽ നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഉണരുന്നത്, എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്, എന്തിനാണ് കച്ചവടം ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേക്കുന്നത്, കുട്ടികൾ കുറവായതുകൊണ്ട് അങ്ങനെ പറയുന്നത്, എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിട്ടൊന്നല്ല നമ്മൾ ആരും ചെയ്യുന്നത്. നാടോടുമ്പോൾ നടുവേ ഓടുന്ന ഒരു രീതി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിനെ എങ്ങനെ നമുക്കൊന്നും കൂടി പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു പരിശീലകനാണ്, മീൻസ് ഒരു പരിശീലനം സ്വയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് അതിനെ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഈ സ്നേഹവും കരുണയും ദയയൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ചാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു അശ്ലീല പദമായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പുതിയ കാലത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ മുന്നിൽ നമ്മള് മാതൃകയാവാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ചെറുതല്ല. പുതിയ കുട്ടികൾ അത്രയും ജെന്യൂനാണ്. അവരെന്താണോ ചെയ്യുന്നത് കാപട്യമില്ലാതെ ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ ലഹരിയെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലഹരി ഉണ്ടാവുന്നത്? എല്ലാ കാലത്തും ഉണ്ട്. ഇതൊക്കെ എല്ലാ കഞ്ചാവും കറുപ്പും ബ്രൗൺ ഷുഗറും മോർഫിൻ എന്ന് പറയുന്ന സാധനമൊക്കെ എല്ലാ കാലവും, മോർഫിനൊക്കെ പാലിയേറ്റീവിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാം. വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കറുപ്പ് അങ്ങനെ തന്നെ ഒരു മരുന്നാണ്. വെസ്റ്റ് ബംഗാളിലൊക്കെ ചില ഗ്രാമങ്ങളിൽ ഈ കറുപ്പ് ഇങ്ങനെ സ്കൂളിലൊക്കെ മുന്നിൽ കൃഷി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ടാണ് അവരത് മരുന്നുണ്ടാക്കി വിൽപ്പന നടത്തുന്നത്. ആരും ഒന്നും അന്വേഷിക്കാനൊന്നും വരാറില്ല. അവരത് ഉപയോഗിക്കുന്നവരല്ല, പക്ഷെ അത് കൃഷി ചെയ്തത് വിൽപ്പന നടത്തി അതിന്റെ പണം സ്വരൂപിക്കുന്ന മനുഷ്യരായിട്ട്. 2025-28 കാലയളവിലേക്കുള്ള ഭാരവാഹികളായി ചെയർമാനായി ഫിറോസ് ബാബു, ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹാദി അറക്കൽ, ഖജാൻജിയായി U. ഷബീന എന്നിവരുൾപ്പെടെ 43 അംഗ പ്രവർത്തക സമിതിയെയും തിരഞ്ഞെടുത്തു. സേവ് രക്ഷാധികാരികളായ ഡോക്ടർ കമ്മാപ്പ, M. പുരുഷോത്തമൻ, പഴേരി ഷെരീഫ് ഹാജി, TK അബൂബക്കർ ബാവി, ഹമീദ് പാറക്കൽ, ബഷീർ കുറുവണ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN മണ്ണാർക്കാട്.